അതുകൊണ്ടാണ് അൻവർ ഉന്നയിച്ചതിലെ ഏറ്റവും ഭീകരമായ പോയിന്റ് പോലീസിന്റെ സംഘീയ ഏർപ്പാടാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അഴിമതിയേക്കാൾ ഭീകരമാണ് വർഗീയത. അഴിമതി നമുക്ക് നടപടിക്രമങ്ങളിലൂടെ ഇല്ലാണ്ടാക്കാം. വർഗീയത അങ്ങനെ കഴിയുന്നതല്ല. അത് മനുഷ്യന്റെ മനസ്സിലേക്ക് പോകുന്ന അപകടം പിടിച്ച പണിയാണ്. അഴിമതി ഞാൻ ന്യായീകരിക്കാൻ നിൽക്കില്ല, അഴിമതിയെ ന്യായീകരിക്കാൻ നിൽക്കില്ല. പക്ഷേ അഴിമതിയേക്കാൾ ഭീകരം ഫാഷിസമാണ്, വർഗീയതയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് അന്ന് പറയാത്തത് കൊണ്ട് എന്താ ഇന്ന് പറയുന്നത്? അന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് നിങ്ങൾ ഇപ്പം വേറെ പറയുന്നത്? ഇതൊരു ചോദ്യമല്ല, ബോധ്യമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു പോയൊരു കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ, കെ.ടി. ജലീൽ ഇപ്പം അടുത്ത് പറഞ്ഞല്ലോ, നിയമസഭയിൽ ഞാൻ ആ കസേര തൊടാൻ പോലും പാടില്ലായിരുന്നു. അത് അദ്ദേഹം ചെയ്ത മര്യാദയാണ്, ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അത് തെറ്റ് തിരുത്താൻ രാഷ്ട്രീയത്തിൽ കഴിയണം. അല്ലെങ്കിൽ ആരെങ്കിലും ട്രോളെന്ന് കരുതിയിട്ട് വസ്തുതാപരമായി പറയാതിരിക്കലല്ല. ഞാൻ അൻവറിന്റെ വിഷയത്തിൽ മൂന്നാമത് നടന്ന പത്രസമ്മേളനമാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ, അൻവർ സെൻസിറ്റീവാണ്. പക്ഷേ അയാൾ പറയുന്നതിൽ അയാളുടെ മേത്ത് കൊണ്ടതാണെങ്കിലും വസ്തുതാപരമാണ്. അല്ലെങ്കിൽ അൻവറിന് പറയും പോലെ വേറൊരാൾ ഇപ്പോൾ ജലീല പറയുന്നത് ഞാൻ ഇത് ഏറ്റെടുക്കാൻ നിൽക്കില്ല. അൻവർ സെൻസിറ്റീവ് പേഴ്സണാണ്. പക്ഷേ അയാളൊരു നുണയനാണ് എന്ന് ഞാൻ പറയില്ല. അയാൾ പറയുന്നതൊക്കെ ശരിയാണെന്നും എനിക്ക് അഭിപ്രായമില്ല, അത് വേറെ കാര്യമാണ്. എല്ലാം അയാൾ പറയുന്നത് ശരിയാണെന്ന് അങ്ങനെ ഓർഡർ ചെയ്യേണ്ട ആവശ്യം. പക്ഷേ അയാൾ ഈ പറയുന്ന കാര്യങ്ങളിൽ അയാളുടെ ബോധ്യമാണ്. എന്റെ ബോധ്യം ശരിയാവണമെന്ന് അഭിപ്രായം ഇല്ല. നിങ്ങൾക്ക് ഇപ്പോൾ സംശയം കുടിക്കില്ലേ എങ്ങനെയാണ്? അത് ശരിയാണ്, നിങ്ങൾക്ക് ചോദിക്കാൻ അങ്ങനെ സംശയിക്കാൻ അവകാശമുണ്ട്. എന്റെ സംശയങ്ങൾ ആണെങ്കിലും പോക്ക, എന്റെ ബോധ്യം പറയാന്നുള്ളതാണ് എന്റെ ബാധ്യത. അൻവർ പറയുന്നത് അൻവറിന്റെ ബോധ്യമാണ് എന്നുകൊണ്ടാണ് ഞാൻ അതിനെ അതും അനുബന്ധമായിട്ട് പത്രക്കാരെ കാണുന്നത്. അങ്ങനെ വന്ന് കാണേണ്ടിയിട്ടൊന്നല്ല. കേരളത്തിൽ ഇത് നടക്കുന്നു എന്ന് ഞങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ പ്രയാസമുണ്ട്. അൻവറിനെ കൊണ്ട് കാലം പറയിച്ചതാണ്, ഒരു ഭരണപക്ഷ MLA കൊണ്ട് കാലം പറയിച്ചതാണ്. കാരണം ഞാനിതിന്റെ വിക്ടിമാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ 3 പത്രപ്രവർത്തകർ മാതൃഭൂമിന്റെ കുടുങ്ങിയെന്ന് പറഞ്ഞു. ചെറിയ കേസാ. ഞാൻ അനുഭവിച്ച കേസുകൾ എത്രത്തോളം എനിക്കറിയാം, എത്രത്തോളാണെന്ന്. ഒറ്റക്ക നേരിട്ടത്, ചെറിയ പ്രയാസമല്ല. എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യയെ എല്ലാവരും വലിച്ചെടുത്തില്ല. കേസ് എവിടെ എത്തി? ഈ മുഖ്യമന്ത്രിയല്ലേ മുഴുവൻ കാര്യം ചെയ്ത്, ഈ ശശിയല്ലേ മുഴുവൻ കാര്യം ചെയ്ത്. അപ്പൊ അതുകൊണ്ട് വേട്ടയാടപ്പെട്ടവനറിയാം അവരുടെ പ്രയാസം. ഞാൻ അഭിമുഖീകരിക്കുന്നത് പൊതുപ്രവർത്തകൻ എന്ന നില കൂടി വേട്ടയാടപ്പെട്ട ആൾ നിൽക്കുക. ഈ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് പറഞ്ഞതിന്, അദ്ദേഹത്തിന്റെ ഓഫീസിലെ രവിയെ കുറിച്ച് പറഞ്ഞതിന്, ഈ പി ശശിയെ കുറിച്ച് പറഞ്ഞതിന്, അയാളുടെ ഓഫീസിലെ മുഴുവൻ ആളുകളും ഇപ്പോഴും പിടിക്കപ്പെട്ടിരിക്കല്ലേ. ആരാ ബാക്കിയുള്ളത്? ഇങ്ങനൊരു പിന്നെ മുഖ്യമന്ത്രിയെ, ഒരു ഹോം മിനിസ്റ്ററെ നമ്മൾ സംശയത്തിന്റെ മുനയിലല്ലാതെ എവിടെ നിർത്താൻ പറ്റും? നമ്മുടെ നാട്ടിൽ ഞാൻ പറയണത് ഈ രാഷ്ട്രീയമൊക്കെ ശരി, മനുഷ്യരെ തമ്മിൽ ഈ നാട്ടിൽ തല്ലിക്കുന്ന ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇതുപോലത്തെ പോലീസ് ഓഫീസർ വന്ന് വർഗീയത കാണിച്ച്, ഭീകരത കാണിച്ച്, തമ്മിൽ തല്ലിച്ച്, മതവും ജാതിയും പറഞ്ഞിട്ടാണോ മനുഷ്യന്മാരെ പിന്നെ ഇതാക്കല്? അതിനേക്കാളും ഗൗരവമുള്ള വിഷയത്തിലായിരുന്നു അൻവറിന്റെ പ്രതികരണം മുഴുവൻ. പക്ഷെ അവിടേക്ക് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം പോകാനോ അല്ലെങ്കിൽ അക്കാര്യത്തിലോ പോകാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ തയ്യാറായിട്ടില്ല. അൻവർ ഉന്നയിച്ചതിൽ ഏറ്റവും ഭീകരമായി ഞാൻ കാണുന്നത് ഈ RSS ബന്ധം. മറ്റൊക്കെ സോൾവ് ചെയ്യാൻ നോക്ക്. നമ്മൾ രാഷ്ട്രീയമാണ്. CPM ഒന്നും ഇല്ലാണ്ടായി പോകുന്നില്ല. CPMനൊക്കെ ബദൽ ഇടതു തന്നെ കേരളത്തിൽ വരണം, വന്നേ മതിയാവും, അതൊക്കെ വരും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കർണാടകയിൽ ഒരു തരംഗം കൊണ്ട് നിങ്ങൾക്ക് വർഗീയത ഇല്ലാണ്ടാക്കാം. കേരളത്തിൽ കഴിയില്ല. കേരളത്തിൽ അരിച്ചരിച്ച വർഗീയത വരുന്നത്. നമുക്ക് കുടഞ്ഞിറങ്ങാൻ പറ്റില്ല. കാരണം കേരളം അത്ര ഉത്ഭുതമായ ഒരു സ്റ്റേറ്റാണ്. ഇവിടെ അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും UDF LDF ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അത് ലൂസ് ചെയ്താണ്ടല്ലോ, പിന്നെ അത് രണ്ടാമത് കൊണ്ടുവരാൻ നമുക്ക് വലിയ പ്രയാസം വരും. അതുകൊണ്ടാണ് അൻവർ ഉന്നയിച്ചതിലെ ഏറ്റവും ഭീകരമായ പോയിന്റ് പോലീസിന്റെ സംഘീയ ഏർപ്പാടാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അഴിമതിയേക്കാൾ ഭീകരമാണ് വർഗീയത. അഴിമതി നമുക്ക് നടപടിക്രമങ്ങളിലൂടെ ഇല്ലാണ്ടാക്കാം. വർഗീയത അങ്ങനെ കഴിയുന്നതല്ല. അത് മനുഷ്യന്റെ മനസ്സിലേക്ക് പോകുന്ന അപകടം പിടിച്ച പണിയാണ്. അഴിമതി ഞാൻ ന്യായീകരിക്കാൻ നിൽക്കില്ല, അഴിമതിയെ ന്യായീകരിക്കാൻ നിൽക്കില്ല. പക്ഷേ അഴിമതിയേക്കാൾ ഭീകരം ഫാഷിസമാണ്, വർഗീയതയാണ്.